ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റീസെൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് കേട്ടോ. എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് തീർന്നു. അതിനുശേഷം അടുത്ത് അതിൻ്റെ ഓർഡർ ചെയ്തെടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ തമ്മിൽ നിങ്ങൾ എന്തായാലും പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. മറ്റൊന്നല്ല, ഇതെൻ്റെ പുതിയ പ്രൊഡക്റ്റ് വന്നതാണ് കേട്ടോ. 2% സാലിസിലിക് ആസിഡ് ഫേസ് സെറം ഫോർ ആക്റ്റീവ് ആക്നെ ആണ് കേട്ടോ. ഇത് ഡെർമാക്കോയുടെ ആണ്. ഡെർമാക്കോ ബ്രാൻഡിനെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. നല്ല സ്കിൻ കെയറിന് പറ്റിയ കുറേ പ്രൊഡക്ട്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതും നല്ല എന്താ പറയുക, സ്കിന്നിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള അടിപൊളി പ്രൊഡക്ട്സാണ് ഡെർമാക്കോയ്ക്ക് ഉള്ളത്. അതിൽ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ 2% സാലിസിലിക് ആസിഡ് ഫേസ് സെറം എന്ന് പറയുന്നത് കേട്ടോ. സംഭവം ഞാൻ ഒരു ബോട്ടിൽ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇത് 30 ml ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ വീണ്ടും ഓർഡർ ചെയ്ത് അടുത്ത ബോട്ടിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് 10 ml ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് വേറെ റീസൺ കൊണ്ടൊന്നുമല്ല 10 ml ആക്കി കുറച്ചത്. ആദ്യം 30 ml, ഇപ്പോൾ 10 ml എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. സോ ഈ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഇവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സെറം സാലിസിലിക് ആസിഡ് സെറാണ്. എസ്പെഷ്യലി അവർ പറഞ്ഞിട്ടുണ്ട് ഫോർ ആക്റ്റീവ് ആക്നെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ആക്റ്റീവ് ആക്നെയും ആക്നെ മാർക്സും രണ്ടാണ്. ഈ പലരും ഈ സെറം വാങ്ങിച്ച് നമ്മുടെ ആക്നെ മാർക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ ആക്റ്റീവ് ആക്നെയും ആക്നെ മാർക്കും രണ്ടാണ്. ആക്റ്റീവ് ആക്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുഖത്തുണ്ടല്ലോ കറക്റ്റ് പ്രസൻറ്റ് ടൈമിൽ പിമ്പിൾസ് ഇരിക്കുകയാണ്. അത് കുറച്ച് എന്താ പറയുക, പിമ്പിൾസ് നല്ല റെഡ് കളറിൽ നല്ല എന്താ പറയുക, നല്ല വീർത്ത് പൊട്ടാറായിരിക്കുന്ന അല്ലെങ്കിൽ പഴുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ പിമ്പിൾസ് ആക്റ്റീവായിട്ടിരിക്കുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് ആക്നെ എന്ന് പറയുന്നത്. ഇനി ആക്നെ വന്ന് പോയിട്ട്, അതായത് പിമ്പിൾസ് വന്ന് പോയതിന് ശേഷം അതിൻ്റെ ഒരു സ്പോട്ട് എന്ത് ചെയ്യും, നമ്മുടെ സ്കിന്നിൽ റിമൈൻ ചെയ്യും. അതിപ്പോൾ ഡാർക്ക് സ്പോട്ടുകളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു റെഡ്നെസ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഫേസിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ പിമ്പിൾസ് വന്ന് പോയതിന് ശേഷമുള്ള ആ ഒരു കണ്ടീഷനാണ് ആക്നെ മാർക്ക് എന്ന് പറയുന്നത്. സോ ഈ സെറം എന്ന് പറയുന്നത് ആക്റ്റീവ് ആക്നെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സംഭവം ഞാൻ ഇതെൻ്റെ മുഖത്ത് ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു, പിമ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തപ്പിയെടുത്തതാണ് ഈ ഒരു ഫേസ് സെറം. അപ്പോൾ അതാണ് ഞാൻ വലിയ ബോട്ടിൽ ആദ്യം തന്നെ വാങ്ങിച്ചത്. ഇത് ഫുള്ള് കംപ്ലീറ്റ് യൂസ് ചെയ്തു കേട്ടോ. ഇതിലൊന്നുമില്ല. അപ്പോൾ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല രീതിയിൽ ഒരാഴ്ച യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാനായിട്ട് തുടങ്ങി. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫാനിൻ്റെ സൗണ്ട് കിട്ടാതിരിക്കും, ഫാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. സോ എൻ്റെ മുഖം നല്ല രീതിക്ക് സ്വെറ്റിങ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഓക്കെ, സോറി. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഫേസിൽ. അപ്പോൾ അങ്ങനെ പിമ്പിൾസ് വന്ന സമയത്ത് ഞാനിങ്ങനെ കുറേ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഈ ഡെർമാക്കോയുടെ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ സാലിസിലിക് ആസിഡ് ഫേസ് സെറം നല്ലതാണെന്ന് അറിഞ്ഞത്. അത് ഞാൻ വാങ്ങിച്ചു. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതൊരു സെറം വാങ്ങിച്ചാലും നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫേസ് സെറം നിങ്ങൾ 2 നേരം പെട്ടെന്ന് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുക. നിങ്ങൾ ആദ്യം ഡെയിലി വൺസ് എന്നുള്ളൊരു റൂട്ടീൻ ഫോളോ ചെയ്യുക. ആൻഡ് സ്കിൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്വൈസ് എ ഡേ എന്നുള്ളൊരു റൂട്ടീനിലേക്ക് മാറുക കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ട് നൈറ്റ് ടൈമിൽ, ഇത് ഡേ ആൻഡ് നൈറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ആദ്യത്തെ ഒരു 3-4 ദിവസം ഞാൻ എന്ത് ചെയ്തു, നൈറ്റ് മാത്രം നമ്മൾ ഫേസ് ക്ലീൻ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഫേസ് സെറം അപ്ലൈ ചെയ്തതിൻ്റെ റൂട്ടീൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫോളോഡ് ബൈ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ നൈറ്റ് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരുപാട് ഈ ഒരു ഫേസ് സെറം നല്ല രീതിയിലെടുത്ത് ഒഴിച്ച് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 ഡ്രോപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചീക്സിലും ഫോർഹെഡിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എവിടെയാണ് പിമ്പിൾസ് കൂടുതലുള്ള അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഡ്രോപ്സ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. നൈറ്റ് ടൈം മാത്രമാണ് കേട്ടോ. പിന്നെ സ്കിൻ ഒന്ന് അഡ്ജസ്റ്റ് ആയി കണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ട്വൈസ് എ ഡേയിലേക്ക് മാറി. അങ്ങനെ ഈ ബോട്ടിൽ പകുതി പോലും ആയില്ല. അതിന് മുന്നേ തന്നെ എൻ്റെ ആക്റ്റീവ് ആക്നെയൊക്കെ പോകുന്നത് കാണാനായിട്ട് പറ്റി. ഇത് പോകുമ്പോൾ ആക്നെ മാർക്സ് ലീവ് ചെയ്യാതെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. നല്ല രീതിയിൽ ഇവിടെ എല്ലാം എനിക്ക് ഈ ഫോർഹെഡിൽ എല്ലാം ആക്നെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഞാൻ പറയാം എന്താണെന്ന്. അപ്പോൾ അങ്ങനെ ഫുള്ളും മാറി. പലരും എന്നോട് ചോദിച്ചു എന്താണ് ഫേസിൽ ചെയ്തത്, ഫേസിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കാരണം.
പിന്നെ ഇപ്പോൾ വീണ്ടും കുറച്ച് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ വീണ്ടും സെറം ഉപയോഗിച്ച് കുറഞ്ഞതാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഒരു റേസർ വെച്ചിട്ട് ഫേഷ്യൽ ഹെയർ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. ആ ഒരു ഫേഷ്യൽ റേസറിൻ്റെ അലർജി ആണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്കുന്നത്. കാരണം ആക്നെയൊക്കെ നല്ല രീതിയിൽ പോയി. അപ്പോൾ പിന്നെ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തപ്പോൾ ഇതങ്ങനെ ഉപയോഗിക്കുന്നില്ല. ആക്നെ മാർക്സ് ഉള്ളപ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇത് വീണ്ടും വന്നപ്പോൾ വീണ്ടും ഞാൻ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ബോട്ടിൽ ഫിനിഷ് ആവുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് ടൈം വന്ന പിമ്പിൾസ് എല്ലാം പോയി. അപ്പോൾ സെക്കൻഡ് ടൈം യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും ഇത് തീർന്നു. പിന്നെ അതാണ് ഞാൻ അടുത്ത സെറം അതിൻ്റെ ബാലൻസ് ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ 10% ആക്കിയിട്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫേസിൽ ആക്റ്റീവ് ആക്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്താൽ മതി. ഫേസിൽ ഇപ്പോൾ ആക്നെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വന്നതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതങ്ങനെ യൂസ് ചെയ്തു. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇപ്പം രണ്ടാമത് പിമ്പിൾസ് വന്നത് മുഴുവൻ ആ ഒരു അലർജി കാരണം വന്നതെല്ലാം ഇപ്പോൾ റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഇവിടെ എല്ലാം ആയി. അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം ഒരേ ഒരു കാരണമേ ഉള്ളൂ, നമ്മുടെ ഈ ഡെർമാക്കോയുടെ ഫേസ് സെറം എന്ന് പറയുന്നത്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. സോ അതുകൊണ്ട് തന്നെ സ്കിന്നിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇത് ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആക്റ്റീവ് ആക്നെ റിമൂവ് ചെയ്യും. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളുള്ളൊരു സെറമാണേ. കൂടുതലായിട്ടും നല്ലതായിട്ടുള്ളത് ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ഒക്കെ ആയിരിക്കും. പിന്നെ സെൻസിറ്റീവ് ആൻഡ് വെരി ഡ്രൈ സ്കിന്നായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ ആക്റ്റീവ് ആക്നെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ടുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സെറംസ് യൂസ് ചെയ്യാം. അത് ഞാൻ ഏതാണെന്ന് വേറൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സോ ആക്റ്റീവ് ആക്നെ ആണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാലിസിലിക് ആസിഡ് സെറമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാനായിട്ടൊരു ബ്രാൻഡാണ് ഡെർമാക്കോ. സോ ഇങ്ങനൊരു പ്രശ്നമുള്ളവർ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.